ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സെമസ്റ്റർ ഓൺലൈൻ എക്സാമിന്റെ ജനറൽ പേപ്പറിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മറ്റൊരു കിഡിലൻ ടോപ്പിക്കാണ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് എ ടീച്ചർ. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചറിന്റെ ഒരു ഗുഡ് കോമ്പിനേഷൻ എന്താണ്? 4 ഓപ്ഷൻസുകൾ തന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റുഡൻസ് ആണ്, ടീച്ചർ and students. First point, respect the rights and dignity of students in expressing his or her opinion. ഒരു നല്ല ടീച്ചർ തന്റെ സ്റ്റുഡൻസിന്റെ ഒപ്പീനിയൻസുകൾ, ഫീലിംഗ്സുകൾ, റൈറ്റ്സുകൾ ഇതെല്ലാം റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ട്രീറ്റ് എവറി pupil with love and affection. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ലവ്, അഫെക്ഷൻ, കെയർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. തേർഡ് പോയിന്റ്, എൻകറേജ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ അറ്റൈൻമെന്റ്സ്, ഡെവലപ്പ് ദെയർ പേഴ്സണാലിറ്റീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം കോൺട്രിബ്യൂട്ട് ടു കമ്മ്യൂണിറ്റി വെൽഫെയർ. അപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും സ്റ്റുഡൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവരുടെ അറ്റൈൻമെന്റ്സുകളെ, അച്ചീവ്മെന്റ്സുകളെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ അവരുടെ പേഴ്സണാലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ അങ്ങനെ ടീച്ചർ കമ്മ്യൂണിറ്റി വെൽഫെയറിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, ഡീൽ ജസ്റ്റ്ലി ആൻഡ് ഇംപാർഷ്യലി വിത്ത് സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ. ഇവിടെ ടീച്ചർ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാതെ ജസ്റ്റ് ആയിട്ട്, ഇംപാർഷ്യൽ ആയിട്ട്, അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, കുട്ടികളുടെ റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ റോൾസ്, സെക്സ് ഇതിന്റെ എല്ലാം ബേസിസിൽ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഇൻകൾക്കേറ്റ് അമംഗ് സ്റ്റുഡൻസ് സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് ഐഡിയൽസ് ഓഫ് ഡെമോക്രസി, പേട്രിയോട്ടിസം, സോഷ്യൽ ജസ്റ്റിസ്, എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പീസ്. ഒരു നല്ല ടീച്ചർ എപ്പോഴും കുട്ടികളിൽ ഒരു സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മീൻസ് കുട്ടികളിൽ എപ്പോഴും ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാനും അവരെ കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യിപ്പിക്കാനും അവരെ ടെംപ്റ്റ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ അവരിൽ ഒരു ഇൻക്വയറിയുടെ ഒരു സ്പിരിറ്റ് അത് ഇൻകൾക്കേറ്റ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനുമായിട്ടുള്ള ആ ഒരു ത്വര അത് കുട്ടികളിൽ നർച്ചർ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാഷണലിസ്റ്റിക് വാല്യൂസ് ആയിട്ടുള്ള ഡെമോക്രസി, പേട്രിയോട്ടിസം, സോഷ്യൽ ജസ്റ്റിസ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എൻവയറൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു കോൺഷ്യന്റൈസേഷൻ കൊടുക്കുക. അങ്ങനെ അവരിൽ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പീസ് ഇതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. സിക്സ്ത് പോയിന്റ്, റെക്കഗ്നൈസ് ദ ഡിഫറൻസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കേപ്പബിലിറ്റീസ് അമംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്ട്രൈവ് ടു മീറ്റ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ്. തന്റെ കുട്ടികൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, അവർക്ക് ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട് എന്ന് ടീച്ചർ മനസ്സിലാക്കുക. അങ്ങനെ അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സിനെ കാറ്റർ ചെയ്യുക. സെവൻത് പോയിന്റ്, മേക്ക് പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു ഫെസിലിറ്റേറ്റ് ദ ചൈൽഡ് ടു ആക്ച്വലൈസ് ഹിസ് ഓർ ഹർ പൊട്ടൻഷ്യൽ ആൻഡ് ടാലന്റ്. ഒരു ടീച്ചർ തനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ, മറിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് എഫേർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ആ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ ഹിഡൻ ടാലൻസ്, എബിലിറ്റീസ് ഇതെല്ലാം കണ്ടുപിടിക്കുക, അതുപോലെ അത് ആക്ച്വലൈസ് ചെയ്യുക. അവരെ കൊണ്ട് മാക്സിമം അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസാക്ട്സ് ദ കരിക്കുലം ഇൻ കൺഫർമിറ്റി വിത്ത് ദ വാല്യൂസ് എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സ് കരിക്കുലം കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുക, ട്രാൻസാക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, അഡാപ്റ്റ്സ് ഹിസ് ഓർ ഹർ ടീച്ചിങ് ടു ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ്. ഓരോ കുട്ടികൾ ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ ടീച്ചറും ചിന്തിക്കാൻ ശ്രമിക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡ്സുകൾ, അപ്രോച്ചസുകൾ ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, മെയിൻറ്റെയിൻസ് ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ കൺസേണിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പെൻസസ് സച്ച് ഇൻഫർമേഷൻ ഓൺലി ടു ദോസ് ഹു ആർ ലെജിറ്റിമേറ്റ്ലി എൻടൈറ്റിൽഡ് ടു ഇറ്റ്. തൻ്റെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെക്കുറിച്ചും ടീച്ചറിന് അറിയാവുന്ന ഏറ്റവും വലിയ സീക്രട്സുകൾ, ഏറ്റവും വലിയ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടവരെ മാത്രം അറിയിക്കുക. അല്ലാതെ തൻ്റെ ക്ലാസ്സിലെ കുട്ടി അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, റിഫ്രെയിൻസ് ഫ്രം സബ്ജക്റ്റിംഗ് എനി ചൈൽഡ് ടു ഫിയർ, ട്രോമ, ആങ്സൈറ്റി, ഫിസിക്കൽ പണിഷ്മെന്റ്, സെക്ഷുവൽ അബ്യൂസ് ആൻഡ് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹരാസ്മെന്റ്. ഒരു നല്ല ടീച്ചർ ഒരിക്കലും കുട്ടികളെ പേടിപ്പിക്കരുത്, അവരെ ട്രോമാറ്റിക് സ്റ്റേജുകളിലേക്ക് ആക്കരുത്. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ പണിഷ്മെന്റ്, സെക്ഷുവൽ അബ്യൂസ്, മെന്റൽ ഇമോഷണൽ ഹരാസ്മെന്റ്, ടോർച്ചറിങ് ഇതൊന്നും കൊടുക്കാതിരിക്കുക. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്സ് ആയിരിക്കണം ടീച്ചേഴ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചർ വിത്ത് റെസ്പെക്ട് ടു colleagues.
First point, treat other members of the profession in the same manner as they themselves wish to be treated. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾക്കും കൊളീഗ്സുകൾക്കും ഒരേ റെസ്പെക്ട് കൊടുക്കുക, ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, റിഫ്രെയിൻ ഫ്രം അലവിംഗ് കൺസിഡറേഷൻ ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, റേസ് ഓർ സെക്സ് ഇൻ ദെയർ പ്രൊഫഷണൽ എൻഡെവർ. ഒരു നല്ല ടീച്ചർ എപ്പോഴും അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക. അത് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല ഈ ഒരു ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മറിച്ച് തൻ്റെ സ്റ്റാഫുകളുടെ ഇടയിലാണെങ്കിലും ഒരു ടീച്ചർ എപ്പോഴും അൺബയസ്ഡ് ആയിട്ട് നിൽക്കുക. ഞാൻ എൻ്റെ കാസ്റ്റിലുള്ള ടീച്ചേഴ്സിനോടെ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളവർക്കേ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യാതെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, സ്ട്രൈവ്സ് ഫോർ ഹിസ് ഓർ ഹർ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഒരു നല്ല ടീച്ചർ എപ്പോഴും തൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അത് നർച്ചർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റ്സ് എ കൾച്ചർ ദാറ്റ് എൻകറേജസ് പേർപ്പസ്ഫുൾ കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ അമംഗ് കൊളീഗ്സ് ആൻഡ് സ്റ്റാഫ്. ഒരു സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ തൻ്റെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളും കൊളീഗ്സുകളും നോൺ ടീച്ചിങ് സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു കൊളാബറേഷനോടുകൂടി കോപ്പറേഷനോടുകൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, റിഫ്രെയിൻസ് ഫ്രം അക്സെപ്റ്റിംഗ് എനി ഗിഫ്റ്റ് ഓർ ഫേവർ ദാറ്റ് മൈറ്റ് ഇംപെയർ ഓർ അപ്പിയർ ടു ഇൻഫ്ലുവൻസ് പ്രൊഫഷണൽ ഡിസിഷൻസ് ഓർ ആക്ഷൻസ്. നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്തകളിലൊക്കെ കാണുന്ന ഒരു മെയിൻ കാര്യമാണ് പല ടീച്ചേഴ്സും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്യാഷ് വാങ്ങി കുറവ് മാർക്കുള്ളവർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ഫേവേഴ്സുകളോ ഒന്നും പ്രതീക്ഷിക്കാതെ അപ്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ടീച്ചേഴ്സ് പ്രവർത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ്, റിഫ്രെയിൻസ് ഫ്രം മേക്കിംഗ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് എലിഗേഷൻസ് അഗെയിൻസ്റ്റ് കൊളീഗ്സ് ഓർ ഹയർ അതോറിറ്റീസ്. താൻ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള കൊളീഗ്സുകളെ കുറിച്ചോ അതിന്റെ റെപ്യൂട്ടേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിൽ ടീച്ചേഴ്സ് മോശം കാര്യങ്ങൾ പറയാതിരിക്കുക. Avoids making derogatory statements about colleagues, especially in the presence of pupils, other teachers, officials or parents. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളീഗ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അപവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ പറയാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, റെസ്പെക്ട്സ് ദ പ്രൊഫഷണൽ സ്റ്റാൻഡിംഗ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ഹിസ് ഓർ ഹർ കൊളീഗ്സ്. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കൊളീഗ്സുകളുടെ പ്രൊഫഷണൽ സ്റ്റാൻഡിംഗ്, അതുപോലെ അവരുടെ ഒപ്പീനിയൻസുകൾ, പേഴ്സ്പെക്റ്റീവ്സുകൾ, അതിനെ റെസ്പെക്ട് ചെയ്യുക, മാനിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി ആണ്. ഫസ്റ്റ് പോയിന്റ്, ടീച്ചേഴ്സ് ഷുഡ് റിഫ്രെയിൻ ഫ്രം ആക്ടിവിറ്റീസ് വിച്ച് ടെൻഡ് ടു പ്രൊമോട്ട് ഫീലിംഗ്സ് ഓഫ് ഹേറ്റ്രഡ് അമംഗ് വേരിയസ് കമ്മ്യൂണിറ്റീസ്, സൊസൈറ്റീസ് എക്സെട്ര. മറ്റുള്ളവരിൽ നിന്നും മോശം അഭിപ്രായം കേൾക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, സിറ്റുവേഷൻസിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോഴും മാറി നിൽക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് വിത്ത് പേരൻസ് ഓർ ഗാർഡിയൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഇവരൊക്കെ ആയിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രമിക്കുക. അത് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, മൊത്തത്തിലുള്ള അവരുടെ ഡെവലപ്മെന്റിനെ നർച്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡെസിസ്റ്റ് ഫ്രം ഡൂയിങ് എനിത്തിങ് വിച്ച് ഇസ് ഡിറോഗേറ്ററി ദ റെസ്പെക്ട് ഓഫ് ദ ചൈൽഡ് ഓർ ഹിസ് ഓർ ഹർ പേരൻസ് ഓർ ഗാർഡിയൻസ്. തൻ്റെ കുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനെയോ ഗാർഡിയൻസിനെയോ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ, കൊച്ചാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ നിന്നും എപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെ റിഫ്രെയിൻ ചെയ്ത് നിൽക്കേണ്ടതാണ്, പിന്മാറി നിൽക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്ട്രൈവ്സ് ടു ഡെവലപ്പ് റെസ്പെക്ട് ഫോർ ദ കോമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഇന്ത്യ അമംഗ് സ്റ്റുഡൻസ്. ഇവിടെ ഒരു നല്ല ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികളുടെ ഇടയിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച്, അതിന്റെ റിച്ച് ഹെറിറ്റേജിനെ കുറിച്ച് വർണ്ണിക്കുക, പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ കൾച്ചറൽ ട്രാൻസ്മിഷൻ, പ്രിസർവേഷൻ, ട്രാൻസ്ഫോർമേഷൻ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, കീപ്സ് ദ കൺട്രി uppermost in mind, refrains from taking part in such activities as may spread feelings of hatred or enmity among different communities, religious ഓർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. ഇത് മറ്റൊന്നുമല്ല പറയുന്നത്, കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് വാല്യൂ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്പിരിറ്റ്സ് ഓഫ് നാഷണലിസം, നമ്മുടെ സ്വന്തം രാജ്യത്തിനോട് കൂറുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക. നമ്മുടെ നാഷണലിസ്റ്റിക് വാല്യൂസ് ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്നും അവരെ റിഫ്രെയിൻ ചെയ്യിക്കുക, അവരെ പിന്മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഈ ഒരു പോയിന്റിൽ മെയിൻ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് കുട്ടികളിൽ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഇനി ഇതിന്റെ കൂടെ ടീച്ചർ കോമ്പിറ്റൻസിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സുകളും ആഡ് ചെയ്യാം. ഇവിടെ NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കുറച്ച് ടീച്ചർ കോമ്പിറ്റൻസീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇവിടെ മെയിൻ ആയിട്ടും പറയുന്നത്
പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ കോമ്പിറ്റൻസീസ് ഓഫ് ടീച്ചേഴ്സ് ആണ്. ഇവിടെ പേഴ്സണൽ കോമ്പിറ്റൻസീസിൽ വരുന്നതാണ് എ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്. എപ്പോഴും ടീച്ചേഴ്സ് ആക്റ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം ത്രൂ ഔട്ട് ദ ക്ലാസ്. അതുപോലെ തന്നെ ഷീ ഓർ ഹീ ഷുഡ് ബി ഇമോഷണലി സ്റ്റേബിൾ. എപ്പോഴും ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടീച്ചർ ഷുഡ് ബി അവെയർ ഓഫ് സെൽഫ്. സ്വന്തമായിട്ട് താൻ ആരാണ്, തൻ്റെ സ്ട്രെങ്ത്തുകൾ എന്താണ്, വീക്ക്നെസ്സുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഷീ ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഹെൽത്തി. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. സോഷ്യലി വാം, ഫ്രണ്ട്ലി, ഇന്റലിജന്റ് ആൻഡ് ഹാവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരിക്കണം, ഒരു വാംത് ഫീലിംഗ് ഉണ്ടായിരിക്കണം, നല്ല മൂല്യബോധം ഉള്ളവരായിരിക്കണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷണൽ കോമ്പിറ്റൻസീസിൽ വരുമ്പോൾ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. താൻ ഏത് സബ്ജക്റ്റ് ആണോ എടുത്തിരിക്കുന്നത് ആ സബ്ജക്റ്റിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അപ്രോപ്രിയേറ്റ് ടീച്ചിങ് സ്കിൽസ്. ഒരു നല്ല ടീച്ചറിന് ടീച്ചിങ് സ്കിൽസുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മെത്തേഡ്സ്, അപ്രോച്ചസ്, ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്സ് ഇതെല്ലാം ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഷീ ഷുഡ് എംപ്ലോയ് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്. എപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്സ് മാത്രം ഫോളോ ചെയ്യാതെ ഇന്നോവേറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ കോമ്പിറ്റൻസീസ് ആണ്. ഇവിടെ പറയുന്നത് മെയിൻ ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്റർപേഴ്സണൽ ഇന്ററാക്റ്റീവ് സ്കിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസും പേരൻസ് ആൻഡ് ഗാർഡിയൻസ് ഒക്കെ ആയിട്ട് ഒരു റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ തൻ്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കണം. ആൻഡ് ഓൾസോ ഹീ ഷുഡ് ബി ഓപ്പൺ ടു ക്രിറ്റിസിസം. തൻ്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ആണെങ്കിലും കൊളീഗ്സുകളാണെങ്കിലും തന്നെ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക. അതുപോലെ തനിക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്സുകളെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഓപ്പൺ ടു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ ടീച്ചർ ഷുഡ് വർക്ക് വിത്ത് കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ. കൊളീഗ്സുകളായിട്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുകളായിട്ട് കൊളാബറേഷനോട് കൂടി, കോപ്പറേഷനോട് കൂടി വർക്ക് ചെയ്യുക. ആൻഡ് ആ ഫൈനൽ പോയിന്റ്, ലീഡർഷിപ്പ്. ഒരു നല്ല ടീച്ചർ എപ്പോഴും വോളണ്ടറിലി ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നിലും മറ്റുള്ളവരിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചറിന്റെ കീഴിൽ വരുന്ന കുറച്ച് മേജർ പോയിന്റ്സുകൾ. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേറ്ററ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ചൂസ് ദ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതായിരുന്നു: ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിറ്റീസും നിങ്ങൾക്ക് ടീച്ചർ കോമ്പിറ്റൻസിയിലും അതുപോലെ ടീച്ചർ എത്തിക്സിലും ഓർത്ത് വെക്കാവുന്നതാണ്. എന്തൊക്കെയാണ്? ടീച്ചർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ഒരു സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ ആയിരിക്കണം ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ടത്. എന്ന് വെച്ചാൽ കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള രീതിയിൽ വേണം ടീച്ചർ ബിഹേവ് ചെയ്യാനും തിങ്ക് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഓക്കെ, അതുപോലെ തന്നെ ഷീ ഷുഡ് ഹാവ് ഡീപ്പ് ഇൻട്രസ്റ്റ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് ടീച്ചറിന് ഉണ്ടായിരിക്കണം. ലോങ് ടൈം പെർസ്പെക്റ്റീവ്. തൻ്റെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ല പെർസ്പെക്റ്റീവ് ആയിരിക്കണം, ഒരു ഡീപ്പ് ആയിട്ടുള്ള ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആയിരിക്കണം ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.